ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റിയ 2 കോടി നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ആ 2 കോടി ഒറ്റ കാര്യമുള്ള നിങ്ങളിത് പിൻവലിയാൽ. കാരണം ഓരോരുത്തരും പറയുന്ന തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങളെ നമ്മൾ എൻജോയ് ചെയ്താൽ ഈ 2 കോടി നിങ്ങൾക്കുള്ളത് അവിടെ എത്തിച്ചേരൂലേ അല്ലേ? അപ്പൊ തടസ്സങ്ങൾ എന്ത് ചെയ്യണം? വളരില്ലേ അല്ലേ? അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ നമ്മളോട് പറ്റണം. റെഡി? ഓക്കെ ആണോ? യെസ് യെസ് അല്ലേ? ഇപ്പൊ പഠിച്ച 2-3 പോയിന്റിലെ കപ്പ് ഓഫ് ഒന്നൊന്ന് ചർച്ച ചെയ്ത്. കപ്പ് ഓഫ് എന്തുകൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മോശം പണിയാണെന്നാണ് മിക്കവരുടെയും ധാരണ. ഒരു പണി കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാനുള്ള പണിയാണ് ഇത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. തെറ്റായ ധാരണ. അത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരും വീട്ടുകാരും നമ്മളെ പറഞ്ഞ് പറ്റിച്ചു. ആര് പറഞ്ഞ് പറ്റിച്ചു? ഇത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാര് അവരെന്താ അവരെ പണിയതാ. പക്ഷേ ഇത് സ്കൂളിൽ പഠിപ്പിക്കാത്തത് കാരണം അത് മോശമാണെന്ന് ഇവിടെ പറഞ്ഞ് അല്ലേ? ഷഹീന സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സെയിൽസ് ചെയ്യാൻ, മാർക്കറ്റിംഗ് പോകണം, ഇത് പഠിപ്പിച്ചിട്ടില്ല. അവിടെ ഒരു സ്കൂളിലും ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. കാരണം ക്യാപിറ്റലിസ്റ്റ് ഇത് ചെയ്യിപ്പിക്കില്ല. അപ്പൊ എന്ത് പറ്റി? മോൻ എന്തിനാ പഠിക്കണം? ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ്. അത് ഒരു മോശമാണെന്ന് വ്യാഖ്യാന ഇവിടെ വരുത്തി തീർത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഞങ്ങൾ 4ാമത്തെ നിലയിലാണ് താമസിച്ചത്. 4th കുറേ പേര് ഫ്രണ്ടിലേക്ക് ഇന്റർവ്യൂ ഒന്നും ഇരിക്കാൻ. സത്യം ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ സങ്കടമാണ്. എന്തിനാണ് എന്തോ ഒരു 25, 30, 40,000 രൂപ ശമ്പളത്തിന് വേണ്ടി ഇന്റർവ്യൂവിന് വന്ന എന്ത് ക്ഷമയോടെ ഇരിക്കും പറയും. കാരണം ഇവരെ നോട്ടത്തിൽ ഈ ജോലി എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമായിട്ട് അവർ കാണണേ അല്ലേ? ഈ ജോലിയൊക്കെ കിട്ടി ഇപ്പൊ അങ്ങോട്ട് മല മറിക്കാന്ന് വിചാരം. എന്തിനാ വന്നത്? സർവൈവ് ചെയ്യാൻ. എന്തിനാ അല്ലേ? എന്ത് സർവൈവ് ചെയ്ത? ചുമ്മാ ജീവിക്കാൻ അല്ലെ? നിലനിൽക്കാൻ. അതിന് മാത്രമേ ഈ ശമ്പളം കൊണ്ട് പറ്റുമെന്ന ആ ഒരു ചിന്ത അവർക്ക് കൊടുത്തിട്ടില്ല. റൈറ്റ്? അവരെന്താ ചിന്തിക്കണം? ഇതുകൂടി ഇതിനെ കിട്ടിയില്ലെങ്കിലും അല്ലെ? ഇതും കൂടി ഇല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ് അഥവാ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മൊത്തത്തിൽ എന്താണ്? വൃത്തികെട്ട മോശമായിട്ടൊരു പണിയാണ് എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. അപ്പൊ അതില് നിങ്ങളെ ജഡ്ജ്മെന്റ് കൊണ്ടുപോകണം എന്തായിട്ടാ? ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലത്തെ ഒരു ഏജന്റ് പോലെയാണോ? ആണോ? അല്ല അല്ലേ? ഇവിടെ ജഡ്ജ്മെന്റ് ഇന്റർനാഷണൽ എന്താ? ജഡ്ജ്മെന്റ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അല്ലേ? ഇതിനെ നിങ്ങൾക്ക് 3 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സമ്പന്നാവാം. 2, പൈസ കയ്യിലില്ലെങ്കിൽ ലീഡർഷിപ്പ് ഉള്ളവര് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാതെ 5 പേരെ അപ്പോയിന്റ് ചെയ്ത് അവരെ കൊണ്ട് ലിവറേജിലൂടെ പൈസ ഉണ്ടാക്കാം. 3, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ 5 സെയിൽ നടത്തിക്കൊണ്ടും ഇതിലൂടെ സമ്പന്നാകും. എങ്കിൽ ജസ്പീഡ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണോ? MLM ആണോ? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രം ചെയ്തൊരു കമ്പനിയാണോ? അല്ല. നമ്മൾ എന്താണ്? ജസ്പീഡ് ഈസ് എ ഒരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റുകൾ ചെയ്യുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ്. റൈറ്റ്? ഇൻറ്റഗ്രിറ്റിയുടെ അല്ലേ? ഇതാണ് ജസ്പീഡ് അല്ലേ? നെറ്റ്വർക്ക് അല്ല, മാർക്കറ്റ് ഇതൊന്നുമല്ല. നമ്മൾക്ക് കാരണം മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ റോൾ എന്താ? മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ റോൾ ഇവിടെ അല്ല. അപ്പൊ ഇതാ ഈ ആർക്ക് വേണമെങ്കിൽ ഏതൊരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ജസ്പീഡിലേക്ക് സ്വാഗതം. ഇത് ജാതിയോ മതമോ വയസ്സോ ഒന്നും പ്രശ്നമല്ല. ശരിയല്ലേ? ഏതൊരാൾക്കും ഇത് മറ്റു പ്രസ്ഥാനങ്ങൾക്ക് പറ്റും. അവിടെ ചില നിബന്ധനകളുണ്ട് അല്ലേ? നീ 2 ആളെ ചേർത്തിക്കൊള്ളണം. നീ അല്ലെങ്കിൽ ഇത്ര അഭിലാഷ വർക്ക് ചെയ്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്തായിരുന്നു? ഇത്ര പ്രൊഡക്റ്റ് ഇത്ര മാസം വിറ്റോളണം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇവിടെ വല്ല ടാർഗറ്റ് ഉണ്ടാ? ഇല്ല അല്ലേ? ഇവിടെ ഇത്ര ലക്ഷം എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചോളണം. ടാർഗറ്റ് ഉണ്ടാ? ഇല്ല. നമ്മൾക്ക് തോന്നിയ പോലെ അതിന്റെ പകരം അതാണ് ബിസിനസ് ആണ്. മറ്റേതോ ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ എല്ലാ മാസം ടാർഗറ്റ് ഉണ്ടാവും, അതിനുവേണ്ടി ഒരു ഓർഡർ. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്കുള്ള പാലമാണ് ബിസിനസ്. ഇറ്റ്സ് നോട്ട് എ ഇൻബോർൺ ടാലന്റ്, ഇറ്റ് ഈസ് എ ലേണബിൾ സ്കിൽ. ബിസിനസ് സ്കിൽ എന്ന് പറയുന്നത്
ഒരിക്കലും ജന്മന കിട്ടുന്ന ഒന്നല്ല. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലേണബിൾ സ്കിൽ. പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ബിസിനസ്.